ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയത്തി പോയി ചേട്ടനെ കണ്ടുട്ടോ. അങ്ങനെ ചേട്ടൻ അനിയത്തിയുടെ മുന്നിൽ ചൂളി ഇങ്ങനെ നിൽക്കുക. ഈ ഒരുമാതിരി മനുഷ്യത്വം ഇല്ലാത്ത പരിപാടി ചെയ്യാൻ ഇറങ്ങുന്നതിന് മുൻപ് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ പറ്റിയെങ്കിലും ശ്രീയേട്ടനെ ഓർത്തുകൂടെ എന്ന് വേദ ചോദിക്കുക. എന്താ ഞാനൊന്നും അറിയില്ല എന്നാണോ ശ്രീയേട്ടൻ വിചാരിച്ചത്? അതിന് കൂട്ടു നിൽക്കാൻ അങ്കിളും അല്ല ശ്രീയേട്ട എന്ന് വേദ ചോദിക്കുമ്പോൾ അത് പിന്നെ അവൻ്റെ അതൊരു തെറ്റിദ്ധാരണയാണ് വേദ. ഞാൻ അത് അവനോട് പറയാനായിട്ട് ശ്രമിച്ചതാ. പക്ഷെ അവൻ അപ്പം മതി ശ്രീയേട്ടാ, മുഖം കണ്ടാൽ അറിയാം ഒളിപ്പിക്കാൻ നോക്കുന്ന ക്രൈം ചെയ്തതൊക്കെ ആരാണെന്നുള്ളതെന്ന് നമ്മുടെ വേദ പറയാം. നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടേതായ ന്യായീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എല്ലാം ദുരഭിമാന കൊലയിലും അച്ഛന്മാർക്കും ആങ്ങളമാർക്കും ഉള്ള അതേ ന്യായം തന്നെയാണതെന്ന കാര്യവും വേദ പറയാം. ശ്രീയേട്ടന് അറിയാവുന്ന കാര്യമാണല്ലോ ഈ വിവാഹം എൻ്റെ തീരുമാനമായിരുന്നു എന്നുള്ളത്. ഇതിൽ നിന്ന് എന്നെ പിന്മടക്കി കൊണ്ടുപോകാനായിട്ട് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കാവില്ല എന്നും വേദ ശ്രീകാന്തിനോട് പറയാം. പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സഹിച്ച് വിക്രം വെറുതെ ഇരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഒരിക്കലും വിക്രം വെറുതെ ഇരിക്കില്ല. മുന്നും പിന്നും നോക്കാതെ ചിലപ്പോൾ വിക്രം എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യങ്ങളും വേദം താക്കീത് കൊടുക്കുക. നിങ്ങളെ കൊണ്ട് വിക്രത്തിന് എന്ത് സംഭവിച്ചാലും തിരിച്ച് നിങ്ങളെ വിക്രം എന്ത് ചെയ്താലും നഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും വേദ പറയുക. ആണുങ്ങൾ തമ്മിലുള്ള വഴക്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴും പെണ്ണുങ്ങൾക്കായിരിക്കും എന്നുള്ള കാര്യവും വേദ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എല്ലാം ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചേക്കാനും വേദ ശ്രീകാന്തിനോട് പറയാം. ഇനിയും വൈരാഗ്യം അവസാനിക്കാതെ വിക്രത്തെ അവസാനിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം എങ്കിൽ ഒരു കാര്യം അത് ശ്രീയേട്ടൻ മറക്കരുത്. വിക്രമൻ്റെ വിധവയായി ഇനി ഞാൻ തിരിച്ച് ആ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് നിങ്ങളൊക്കെ കൂടി എനിക്ക് വേണ്ടി തീരുമാനിക്കുന്നത് അതാണെങ്കിൽ കൂടി ഞാൻ ആ വീട്ടിൽ തന്നെ തുടരത്തേ ഉള്ളൂ എന്നും പറഞ്ഞു. ഉറപ്പായ കാര്യമാണതെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടി. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതൊന്ന് അവസാനിപ്പിച്ച് തരാനും വേദ പറയാം. അത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോയി. ശ്രീകാന്ത് ഇങ്ങനെ ആകെ അത്ഭുതപ്പെട്ട് അവിടെ നിൽക്കാം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക അച്ചമ്മ. നന്ദിനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പച്ചക്കറി അരിയുന്നതൊക്കെ പല വിധത്തിൽ. അപ്പം എന്തിനാടി ഇത്? അപ്പം മെഴുക്കുവരട്ടിക്ക് അരിയുന്നതാ? ഇതാണോ മെഴുക്കുവരട്ടിക്ക്? എന്തേ അച്ചമ്മയുടെ നാട്ടിലൊന്നും അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടിക്ക് എടുക്കൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവിയലിന് മുരിങ്ങക്ക അരിയുന്ന വലിപ്പത്തിലാണോടി കഴുതേ മെഴുക്കുവരട്ടിക്ക് പയർ അരിയുന്നതെന്ന് അച്ചമ്മ ചോദിച്ചു. അല്പം നീളം കൂടിയെന്ന് വെച്ചപ്പോൾ എന്തുണ്ടാവാനാ? പണി എളുപ്പം തീർത്തില്ലേ? പിന്നത്തെ ഓരോന്നെടുത്ത് കടിച്ച് തിന്നാനും എളുപ്പമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ കഴിക്കാനേ നീ കുറച്ചെടുത്ത് നിനക്ക് മാത്രമായിട്ട് വേറെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇതെല്ലാവർക്കും കൂടി ഉള്ളതല്ലേ? അരിഞ്ഞത് മുഴുവനും എടുത്ത് വീണ്ടും 4ആയിട്ട് ചെറുതാക്കി അരിയാൻ പറഞ്ഞു. ഇനിയും ചെറുതാക്കി അരിയാനോ? പറഞ്ഞാ അത് ചെയ്യണ് നന്ദിനി. നിനക്കിതൊന്നും ചെയ്യാൻ മേലല്ലേ നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിരിക്കുക നന്ദിനി. അപ്പോഴാണ് വേദ പോയിട്ട് വരുന്നത്. അപ്പോൾ വേദ പോയിട്ട് വന്നപ്പോൾ അച്ഛമ്മ എന്നിട്ട് എന്താ ഇവളെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കാത്തേ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി അച്ഛമ്മയോട് ദേഷ്യപ്പെട്ടു. അതിന് ഇവളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അത്താണ് ഇവർക്കൊക്കെ എവിടേക്ക് വേണമെങ്കിലും തെണ്ടാൻ നടക്കാം. ഞാൻ മാത്രം ഈ വീടിനകത്തിരുന്ന് ജോലി ചെയ്യണോ അല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പം അയ്യോ അതൊന്നും വേണ്ട നന്ദിനി എടുത്തി. നാളെ മുതൽ നന്ദിനി എടുത്തി രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങിക്കോ. ഓൺലൈനിൽ സമ്മർ സീസണിലെ നല്ല ഭംഗിയുള്ള ആ ഒരു പിച്ചപാത്രം കിട്ടും എന്ന് നമ്മുടെ വേദ നന്ദിനിയോട് പറയുമ്പോൾ അച്ഛമ്മ ഇരുന്ന് ചിരിക്കാം. ഇവൾ ഓരോ വളിപ്പ് വിളിച്ചു പറയാനും അത് കേട്ട് ചിരിക്കാൻ അച്ഛമ്മയും കഷ്ടം തന്നെ കഷ്ടം. നീയും ഇടയ്ക്ക് ഇങ്ങനെ ഓരോ നല്ല തമാശകളൊക്കെ നന്ദിനി, ഞാൻ അത് കേട്ടും ചിരിച്ചോളാം. എനിക്കങ്ങനെ വളിപ്പ് പറഞ്ഞ് ശീലമില്ല എന്ന് നന്ദിനി. അത് ശരിയാ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് വളിച്ച പോലെ നിൽക്കാനാ നിന്റെ യോഗമെന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു. നന്ദിനി അന്നേരം അച്ഛമ്മേനെ ഒരു നോട്ടം. വേദ നിന്ന് ചിരിക്കുന്നു. നിന്റെ താലിമാല എവിടെയാ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ അച്ഛമ്മേ? ആ സമയത്ത് അത് കാണാനില്ലല്ലോ. അപ്പോൾ അത് വല്ലയിടത്ത് ഊരി വീണ് പോയിട്ടുണ്ടായിരിക്കും. പോയത് അബദ്ധത്തിൽ വന്ന് വീണതല്ലേ, താഴോട്ട് ഊരിപ്പോകാനും എളുപ്പമാണെന്ന് നന്ദിനി. അപ്പോൾ അത് ഓർത്ത് നന്ദിനി എടുത്തതെല്ലാം വിഷമിക്കണ്ടെന്നും പറഞ്ഞ് ആ മാല എടുത്ത് കാണിച്ചു കൊടുത്തു. അതാ ഇവിടെ തന്നെയുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് കാട്ടിയും കൊടുത്തു. പിന്നെ ചില ആളുകളുടെ ദൃഷ്ടിദോഷം പെടാതിരിക്കാനേ ഞാൻ എടുത്ത് മറച്ചു വെക്കുന്നതേ ഉള്ളൂ. അത് നീ എന്നെക്കുറിച്ച് ഓർത്ത് പറഞ്ഞല്ലടി, എന്നെക്കുറിച്ച് മാത്രം പറഞ്ഞല്ലടി എന്ന് നന്ദിനി വേദയോട് ചോദിക്കുമ്പം അതേ സംശയം ഉണ്ടോ എന്ന് വേദ ചോദിച്ചു. ഇത് ഞാൻ നന്ദിനി അടുത്തെ പറ്റി ആലോചിച്ച് മാത്രം പറഞ്ഞതാ. അപ്പം കണ്ടില്ലേ അച്ഛൻ ഇവള് പറയുന്നേ? വേദ പറഞ്ഞതിൽ എന്താടി തെറ്റ്? അങ്ങനെയല്ലേ എന്ന് നീ സംശയം ചോദിച്ചു. അതേന്ന് വേദ അത് സമ്മതിച്ച് തീർന്നില്ലേ ആ പ്രശ്നമെന്ന് ചോദിച്ചു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നാലേ ശരിയാവില്ലെന്ന് പറഞ്ഞു നന്ദിനി എഴുന്നേറ്റ് പോവുക. അതെ നന്ദിനി അടുത്ത് പുഴു നന്നായിട്ട് നോക്കണം കേട്ടോ. പയറ് കഴുകുമ്പോൾ പയറിനകത്ത് ചെറിയ പുഴു ഉണ്ടാകും. എന്നാൽ പിന്നെ നീ വന്ന് കഴുകടി
അവരുടെ ഒരു ഉപദേശം എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങ് എഴുന്നേറ്റ് പോയി. നന്ദിനി എന്നിട്ട് അത് കഴുകാനായിട്ട് അങ്ങോട്ടേക്ക് പോവുക. അവിടെ കഴുകിക്കൊണ്ട് പിന്നെ പുഴുവാണോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ നോക്കുക. വേദയും അച്ഛമ്മയും കൂടി ഇത് നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. നന്ദിനി അടുത്തേ അതെ അമ്മ എവിടെ പോയതാണെന്ന് വേദ ചോദിച്ചു. ഇവിടുത്തെ മരുമക്കളൊക്കെ സർക്കിട്ട് പോയത് കൊണ്ടേ ജോലി മുഴുവൻ എന്നെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പറമ്പിലോട്ട് പോയി. എന്താ കൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു നന്ദിനി. എല്ലാ ദിവസവും ശ്രീജയല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അച്ഛമ്മ അന്നേരം ചോദിച്ചു. ഈ പരാതി പറച്ചിലും ബഹളം വയ്ക്കലും ഒന്നും ഇന്നുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അത് കേട്ടപ്പോഴത്തേക്കും നന്ദിനി ആ പാത്രം എടുത്തൊരു ഒറ്റയേറ്. അച്ഛമ്മയും വേദ ഇങ്ങനെ ഇരിക്കുക. അപ്പം നന്ദിനി അടുത്ത് അത് അവിടെ വെച്ചോ, ഞാൻ ഉണ്ടാക്കിക്കോളാം പയറും മെഴുക്കുവരട്ടി എന്ന് വേദ പറയുമ്പോൾ അയ്യോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നില്ല. നുറുക്കിയപ്പോഴേ അവിയലാണെന്നോ ചോദിച്ചത്, ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ സാമ്പാറാണെന്നുള്ള ചോദ്യം കേൾക്കാനല്ലേ ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നീ അത് അവിടെ വെച്ചിട്ട് പോകാൻ നോക്കും നന്ദിനി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് അച്ഛമ്മ പറഞ്ഞു. പറഞ്ഞു നന്ദിനി എന്നിട്ട് അവിടെ നിന്ന് പോവാം. അപ്പോൾ നന്ദമോളെ ഞാൻ വന്ന് കയറിയപ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാ, മോൾക്ക് ഈ കളറ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ എന്ന് അച്ഛമ്മ വേദയോട് പറയുന്നു. എൻ്റെ മോൾക്ക് എല്ലാ കളറും ചേരുമെന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി തൊലി വെളുപ്പുള്ള ഏതൊരാൾക്കും ഏതൊരു കളറും ചേരും അച്ഛമ്മ, അതിലെത്ര വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നന്ദിനി അടുക്കളയിൽ നിന്ന് പറയുന്നു. അല്ലെങ്കിൽ നിറത്തിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അത് നീ പറഞ്ഞത് വളരെ വളരെ ശരിയാണ് നന്ദിനി, ശരീരത്തിൻ്റെ നിറത്തിനേക്കാളും വലുത് മനസ്സിൻ്റെ വലിപ്പമാണെന്നുള്ള കാര്യം അച്ഛമ്മ അന്നേരം പറഞ്ഞു. നിന്റെ കാര്യത്തിൽ അതിലും ഇത്തിരി കുറവുണ്ടെന്ന് മാത്രം. അതേ എല്ലാം തികഞ്ഞ ഒരാളെ അച്ഛമ്മയ്ക്ക് കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അവളച്ഛങ്ങ് ആഘോഷിക്കുക, എന്നെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു നന്ദിനി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും ഉന്നായ്മയും വഴക്കും മക്കാണും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞ് നന്ദിനി പയർ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നു പറഞ്ഞ് വെച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ ദേ നമ്മുടെ നന്ദിനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അച്ഛമ്മയും വേദയും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുന്നു. അച്ഛമ്മ പറയുന്നത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നീയും വിക്രവും തമ്മിൽ ഇപ്പോഴും അങ്ങോട്ട് ശരിയായ അടുപ്പമായിട്ടില്ല എന്ന് അച്ഛമ്മയ്ക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. വേദ ഇങ്ങനെ നോക്കുക. പക്ഷേ അതെല്ലാം മാറണം മോളെ, മാറ്റണം, അതിന് മോള് തന്നെ മുൻകൈ എടുക്കേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഒരു പിന്തിരിപ്പൻ വർത്തമാനമാണെന്നൊക്കെ നിനക്ക് കേൾക്കുമ്പോൾ തോന്നും. പക്ഷേ എന്നാലും അച്ഛമ്മ മോളോട് പറയുക, ഒരു പെണ്ണ് ശരിക്കും മനസ്സ് കൊടുത്ത് തീരുമാനിച്ചാലേ സ്വാധീനിക്കാൻ പറ്റാത്ത ഒരാണും ദേ ഈ ദിവസം വരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നു. വിക്രമിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനും നേർവഴിക്ക് നടത്താനും മോൾക്ക് പറ്റും എന്ന് അച്ഛമ്മ വീണ്ടും വേദയോട് പറയാം. അതിന് മോൾ ആദ്യം അവനെ സ്നേഹിച്ച് തുടങ്ങണമെന്നുള്ള കാര്യം പറഞ്ഞു. അവൻ കെട്ടിയ താലിയുടെ പേരും പറഞ്ഞ് മോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ മനസ്സിൽ വേറെ എന്തൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അച്ഛമ്മയ്ക്ക് അറിയില്ല എന്ന് അച്ഛമ്മ വേദയോട് പറയാം. പക്ഷേ എന്തൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഈ കാലം കൊണ്ട് അതൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് അച്ഛമ്മ വിചാരിക്കുന്നുണ്ട്. എല്ലാം മറന്ന് സ്നേഹിക്കാനും ജീവിക്കാനും തുടങ്ങുമ്പോഴേ ജീവിതത്തിന് പുതിയ അർത്ഥവും കളറും ഒക്കെ ഉണ്ടാകുമെന്നും അച്ഛമ്മ പറഞ്ഞു കൊടുക്കുക. ആദ്യം വിക്രമന് ഒരു ജോലി സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രമന് മാത്രമല്ല അച്ഛമ്മേ, എനിക്കും ഒരു ജോലി സംഘടിപ്പിക്കണമെന്ന് വേദ പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ അച്ഛമ്മയ്ക്കും സമ്മതമാണ്. ഏതെങ്കിലും വക്കീലിൻ്റെ കീഴിൽ എനിക്ക് പ്രാക്ടീസ് തുടങ്ങണമെന്നും വേദ പറഞ്ഞു. അച്ഛൻ്റെ കോടതിയിൽ തന്നെ എനിക്ക് കേസുമായിട്ട് ചെല്ലണമെന്നും പറഞ്ഞു. അതൊരു മോഹമാണെന്ന് പറയുമ്പോൾ അതൊക്കെ നല്ലതാ. പക്ഷേ നോക്ക്, അത് അച്ഛനോടുള്ള വാശി കൊണ്ടൊക്കെ ആണെങ്കിൽ അത് നല്ലതാണെന്ന് അച്ഛമ്മ ഒരിക്കലും പറയില്ല കേട്ടോ. അപ്പോൾ വാശിയൊന്നും അല്ല അച്ഛമ്മേ, എൻ്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ കേസ് വാദിക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് വേദയും അച്ഛമ്മയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ശ്രീകാന്തി എന്ന് കാര്യങ്ങളെല്ലാം അച്ഛനോട് സംസാരിക്കുക. അപ്പോൾ അച്ഛൻ നീ എന്തിനതൊക്കെ സമ്മതിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ എന്ന് ശ്രീകാന്തി ചോദിച്ചു. മുന്നിൽ വെച്ച് ശരിക്കും ഞാൻ പിടിക്കപ്പെട്ടതുപോലെ ആയിരുന്നു എന്നും നമ്മളാണ് അത് ചെയ്തതെന്ന് അവൻ അവളോട് പറഞ്ഞത് അവൾ വിശ്വസിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും ശ്രീകാന്ത് അച്ഛനോട് പറയുക. പിന്നെ കൂട്ടത്തിൽ അവളുടെ വക ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഭീഷണിയോ? അവളോ? ആഹാ, അവൾ ഭീഷണിപ്പെടുത്തിയെന്നല്ല, അവളുടെ സ്വരത്തിൽ അങ്ങനെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്നു എന്ന് ശ്രീകാന്ത് പറഞ്ഞു. വിക്രമം എന്തെങ്കിലും ചെയ്ത് നമ്മൾക്ക് എന്തെങ്കിലും പറ്റിയാലും അവൾ തന്നെ വിഷമിക്കേണ്ടി വരില്ലേ എന്ന്. അഭിലാഷിൻ്റെ വില ഗോളും വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൂടെ നിൽക്കുമ്പം ഇനി അവനെങ്ങനെ അവൻ്റെ മുന്നിൽ ചെന്ന് ചാടിക്കാണോന്നാ എനിക്ക്. അവൻ പെട്ട അവൻ്റെ കാര്യം പിന്നെ തീർന്നു, അത്രേ ഉള്ളൂ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അതുകൊണ്ടും നമ്മുടെ കാര്യത്തിനൊരു പരിഹാരം ആവത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ആ വിനായകനോട് വരാൻ പറഞ്ഞത്. അവൻ വരട്ടെ, നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ പറയാം. അവൻ ശരിയാവുമോ? നമുക്ക് നോക്കാം അച്ഛാ. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം ഇവർ തമ്മിൽ, അതായത് വിക്രത്തെ തീർത്ത് കളയാനുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ വിക്രത്തിനെ
ഉപദ്രവിക്കാൻ നേരത്ത് അവൻ്റെ ദേഹത്ത് പൂഴി വീഴുന്ന കാര്യമാണെങ്കിൽ വിനായകനും നിന്ന് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതിന് നമ്മൾ ആ വഴിയെ ശ്രമിക്കുന്നില്ലല്ലോ, ഏതായാലും അവനൊന്ന് വരട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇത് ഇത്തിരി കടന്ന കൈയല്ലേ ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലെങ്കിൽ സ്മൂത്തായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാവുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിനായകൻ അങ്ങോട്ടേക്ക് വരുന്നത്. വിനായകൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ നമസ്കാരമൊക്കെ പറഞ്ഞ് ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ വിനായകനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞൊരു പുച്ഛിച്ച ചിരിയൊക്കെ വർഷയുടെ അച്ചയ്ക്ക്. അപ്പോൾ നമസ്കാരം സാർ, ഒരു കച്ചവടത്തിൻ്റെ കാര്യത്തിൽ നിൽക്കുമായിരുന്നേ, മുട്ടിയില്ല എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് സാറിൻ്റെ കോള് വന്നത്. അത് ഒഴിവാക്കി നേരെ ഞാനിങ്ങ് പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നഷ്ടം ആയിരിക്കും അല്ലേ വരവ്? അപ്പോൾ അതൊന്നും സാരമില്ല, ശ്രീകാന്ത് സാറിന് അറിയാം അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതേടാ എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ നീ ഇത്രയും കാലം വാങ്ങിയതിൻ്റെ കണക്ക് ഞാൻ ചോദിക്കാതിരുന്നത്. അല്ല, അപവാദങ്ങൾ ഞാൻ ഉണ്ടാക്കി തന്നല്ലേ സാറേ, അവൻ ഭാഗ്യമുള്ളവനായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് തന്ന പണം വേണ്ടാന്ന് വെക്കണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അയ്യോ സാർ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു വിനായകൻ. മര്യാദയ്ക്ക് തന്ന കാശ് നീതി എപ്പോൾ തിരിച്ചു തരുമെന്ന് പറയാൻ പറഞ്ഞു. അയ്യോ സാറേ ചതിക്കല്ലേ, തന്ന കാശൊക്കെ കയ്യിൽ നിന്ന് ചിലവായിപ്പോയെന്ന് വിനായകൻ പറഞ്ഞു. എന്ന് വെച്ചാ പണമായിട്ട് തിരിച്ചു തരാൻ തൽക്കാലം എൻ്റെ കയ്യിൽ നിവർത്തിയൊന്നുമില്ല. പിന്നെ പകരം ഈ ശരീരം കൊണ്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് വിനായകൻ പറഞ്ഞപ്പം, ഈ ശരീരം കൊണ്ടോ? സാറ് പറയുന്നത് പോലെ പ്രവർത്തിക്കാമെന്നേ ഞാൻ ഉദ്ദേശിച്ചോളൂ കേട്ടോ. എന്നാ താൻ വാ എന്നും പറഞ്ഞ് വിനായകനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ആര് പോയി നിന്ന് വിനായകനോട് എന്തൊക്കെയോ പറയുമോ. ഇതൊക്കെ കേട്ട് വിനായകൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് നീ ചെയ്തു തരണം, എന്താ പറ്റില്ല എന്നുണ്ടോ എന്ന് ശ്രീകാന്ത് വിനായകനോട് ചോദിക്കുമ്പോൾ വിനായകൻ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഇവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തീർന്നില്ല. മടിക്കുത്തിന്ന് കുറേ കാശും കൂടി എടുത്ത് അങ്ങ് കൊടുത്തു. അപ്പോൾ എന്തുവായാലും ജീവൻ അപകടമുള്ള കാര്യമൊന്നും അല്ലല്ലോ, നോക്കാം സാറേ. അപ്പം നോക്കിയാൽ പോരാ, നടക്കണം എന്ന് തീർത്ത് പറയുവാണ് ശ്രീകാന്ത്. ശരി സാർ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ വിനായകൻ അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ വേദയും അച്ഛനും കൂടി നിൽക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ സ്വയം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് മോളുടെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പഴയ കാര്യങ്ങൾ, കഴിഞ്ഞു പോയ പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതായത് നമ്മുടെ വേദ വക്കീൽ കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന കാര്യങ്ങളും അതിനുശേഷം മോള് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളും ഒക്കെ. അപ്പോഴേക്കും അച്ഛൻ കോടതി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പം പെമ്മക്കൾ രണ്ടുപേരും കൂടെ സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് വന്നതും പിന്നെ ഇത് LLB കഴിഞ്ഞിട്ടേ ഉള്ളൂ, റിസൾട്ടൊന്നും വന്നിട്ടില്ല. അപ്പോഴേക്കും കോട്ടൊക്കെ ഇട്ട് വക്കീലായോ എന്ന് അച്ഛൻ മോളോട് ചോദിക്കണം. എന്തേ ഞാൻ തോറ്റുപോകുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അതില്ല, പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരേ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അച്ഛൻ നോക്കിക്കോ, ഞാൻ ആദ്യം അച്ഛനെക്കാളും വലിയ വക്കീലാകും, പിന്നെ പരീക്ഷ എഴുതി പാസ്സായി മജിസ്ട്രേറ്റ് ആവും, അവിടെ നിന്ന് കയറി സുപ്രീം കോടതി വരെ എത്തുമെന്നൊക്കെ വേദ പറഞ്ഞു. എൻ്റെ ചരിത്രത്തിലെ സുപ്രധാന വിധിന്യായങ്ങൾ പ്രസ്താവിച്ച് സുപ്രസിദ്ധ ജഡ്ജിയായിരുന്നു വേദ ശങ്കരനാരായണനെന്ന് ഞാൻ വിരമിക്കുന്ന കാലത്ത് പത്രങ്ങൾ വാഴ്ത്തും. അച്ഛൻ നോക്കിക്കോളാനൊക്കെ പറയാ വേദ. അച്ഛനിങ്ങനെ മോളെ കെട്ടിപ്പിടിച്ചിട്ട് കേട്ടില്ലേടിന്ന് ദീപ്തിയോട് ചോദിച്ചു. ഇവൾ ആരാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു, നീ ആരാകുമെന്ന് അച്ഛൻ ദീപ്തിയോട് ചോദിച്ചു. അപ്പം ഞാൻ എന്ന് പറഞ്ഞ് ദീപ്തി ഇങ്ങനെ നിൽക്കുന്നു. സംശയിക്കാനുണ്ടോ അച്ഛാ, പഠിക്കാൻ മണ്ടി ആയതുകൊണ്ട് ഇവളെ ഞാൻ എൻ്റെ ഗുമസ്തയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ പറയുക. അപ്പോൾ ദ ഫേമസ് അഡ്വക്കേറ്റ് ക്ലർക്ക് ദീപ്തി ശങ്കരനാരായണൻ. അപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ദീപ്തി. അതത്ര മോശം പണിയാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഒരിക്കലും ഇല്ല മോളെ, പല വക്കീലന്മാരെക്കാളും വിവരമുള്ളതേ ഗുമസ്തമാർക്കാണെന്നും പിന്നെ നല്ല ഗുമസ്തന്മാർ കൂടെയുള്ളത് കൊണ്ട് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്ന വക്കീലന്മാരെ അച്ഛൻ അറിയാമെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം കേട്ടോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ ഇവരിതെല്ലാം സംസാരിച്ചു. പിന്നെ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്ത കാര്യങ്ങളെല്ലാം അച്ഛൻ ഇരുന്ന് ആലോചിക്കുന്നു. അച്ഛനും പെമ്മക്കളും കൂടെ ഫോട്ടോ എടുത്ത കാര്യങ്ങളെല്ലാം അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ ഫോട്ടോയിൽ തഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പത്മ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തായി കാണിക്കണേന്ന് ചോദിച്ചാൽ ആ സമയം എന്തൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതായിരുന്നു അവൾക്ക്. കരിയറിൽ വലിയ ഉയരത്തിലെത്തണമെന്നൊക്കെ ഞാനും നീയും ഒക്കെ എത്രയോ സ്വപ്നങ്ങൾ കണ്ടതായിരുന്നു എന്നൊക്കെ ശങ്കരനാരായണൻ ഭാര്യയോട് പറയണം. അതൊക്കെ ഇനിയും നടന്നേക്കാവല്ലോ ശങ്കരേട്ടാ, അതൊക്കെ നമുക്ക് ആശിക്കാവുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പത്മം. അതൊന്നും നടക്കില്ല. ജീവിക്കാൻ നിവർത്തിയില്ലാത്ത, വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യമില്ലാതിരുന്ന ചില കുട്ടികൾക്ക് ചിലപ്പോൾ വിവാഹം കഴിച്ചു പോകുന്നത് ആശ്വാസമൊക്കെ ആയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. 2 നേരത്തെ ആഹാരമെങ്കിലും കിട്ടുമല്ലോ എന്ന് അവരുടെ അച്ഛനമ്മമാർക്ക് ആശ്വസിക്കാമായിരിക്കും. പക്ഷേ വേദയുടെ കാര്യത്തിലേ അങ്ങനെയാണോ പത്മം എന്ന് ശങ്കരനാരായണൻ പത്മത്തിനോട് ചോദിക്കുക. പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെയുള്ള പല കുട്ടികൾക്കും വിവാഹം ഒരു നരകമാണെന്നും അപ്പോൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം മറന്നു കളഞ്ഞ് ഭർത്താവിനും കുടുംബത്തിനും ഒപ്പം സ്വയം മാറി
ഒരു ഭാര്യയും മരുമകളുമായി ജീവിക്കുന്നതിലാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് സ്വയം വിശ്വസിപ്പിച്ച് അതിൽ നിത്യാഭിമാനം കൊണ്ട് മരണം വരെ ജീവിച്ച് തീർക്കുന്ന നരകമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാര്യയുമായിട്ട് സംസാരിക്കുക. പിന്നെ വേദയെ സ്നേഹിച്ച് തുടങ്ങുന്ന അച്ഛൻ അങ്ങനെ എല്ലാം സംസാരിച്ചു. പിന്നെ ഇപ്പോൾ വേദയുടെ ജീവിതത്തിൽ നടത്തിയിരിക്കുന്നത് ദൈവവിധിയാണെന്ന് വിശ്വസിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി പറയാം. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ശങ്കരേട്ട. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ രീതിയിൽ അവൾ മാറും. അവൾ ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങൾ അവൾ തന്നെ വെട്ടിപ്പിടിക്കും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പത്മ ഇങ്ങനെ ശങ്കരനോട് പറയുന്നു. ശങ്കരൻ ഇതൊക്കെ കേട്ട് പ്രതീക്ഷകളോടെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.